ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അനുമോ സാറാണ്, MS സൊല്യൂഷൻ. ഇനി എന്ത് വേറെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ടു ഇന്നും നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ചാലഞ്ച് എന്ത് ചെയ്യുന്നു? എല്ലാ കുട്ടികളും കൃത്യമായിട്ട് 5 ചോദ്യങ്ങൾ വെച്ച് ദിവസവും പഠിക്കുക. നമ്മൾ 20 ദിവസം കൊണ്ട് എത്ര ചോദ്യം? 100 ചോദ്യം പഠിക്കണം. നമ്മൾ എത്ര ചോദ്യം? 100 ചോദ്യം. ഓക്കെ, 100 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80 കിട്ടും. അത് എൻ്റെ ഉറപ്പാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചാൽ ആ 80 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്? ഓക്കെ, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അനുമോ സാർ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ട്രിഗ്നോമെട്രി ബേസ് ചെയ്തിട്ടുണ്ട്, ത്രികോണമിതി. ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 4 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ആൻഡ് ഏരിയ. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ആൻഡ് ഏരിയ. ഒരു സമചതുരത്തിന്റെ വികരണം 4 സെന്റിമീറ്റർ. അതിന്റെ ചുറ്റളവും പരപ്പളവും എത്ര? ചുറ്റളവും കാണണം, പരപ്പളവും കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം നമ്മുടെ എന്ത് വരച്ചു നോക്കുക? നമ്മുടെ സ്ക്വയർ വരയ്ക്കും. സ്ക്വയർ വരച്ചു. സ്ക്വയർ വരച്ചിട്ടടാ, സ്ക്വയർ വരച്ചു. ഓക്കെ, കാണാം. സ്ക്വയർ വരച്ചു. സ്ക്വയറിന്റെ ഡയഗണൽ എത്രയാണ് എന്ന് പറയുന്നുണ്ട്. ഡയഗണൽ എത്ര സെൻറ്റിമീറ്റർ? 4 ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന കട്ട് ചെയ്ത് വരുന്ന ആംഗിൾ 45, 90. ഓർമ്മയുണ്ടോ? 45, 90 വന്നാൽ നമ്മുടെ റേഷ്യോ 1:1:√2. ഇതിന് √2 കറസ്പോണ്ടിങ് ആയിട്ട് 4 ആണെങ്കിൽ 1 കറസ്പോണ്ടിങ് ആയിട്ട് 4/√2. 4/√2. അതായത് ഒരു സൈഡ് എന്ന് പറയുന്നത് 4/√2. എത്രയാണടാ 4/√2 എന്ന് പറഞ്ഞാൽ? 4/√2 എന്ന് പറഞ്ഞാൽ 2√2. ഓക്കെ, 4/√2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2√2 ആണ്. അപ്പോൾ ഒരു സൈഡ് എത്ര കിട്ടി നമുക്ക്? 2√2 കിട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 × 2√2, ദാറ്റ് ഈസ് 8√2. ഏരിയ കാണുക എങ്ങനെയാടാ? ഏരിയ ഈക്വൽ ടു എത്ര വരിക? ഏരിയ എത്ര വരിക? പറ, ഏരിയ എത്ര വരിക? ഏരിയ ഈക്വൽ ടു ഏരിയ കാണാൻ അതിൻ്റെ സ്ക്വയർ അല്ലേ? 2√2 ഹോൾ സ്ക്വയർ. 2√2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ പരിപാടി, പ്രശ്നമില്ലല്ലോ. ഇത് റേഷ്യോ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന് ചോദിക്കാം? 3 മാർക്കിന് ചോദിക്കാം. എത്ര മാർക്കിന് ചോദിക്കാം? 3 മാർക്കിന് ചോദിക്കാം. രണ്ടാമത്തേടാ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കിക്കോ. പ്രൂവ് ദാറ്റ് 4, 5, 4, 2, 8, 2 ആർ ദ വേർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒരു മട്ട ത്രികോണത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകളാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് പേര് കൊടുക്കുക. ആദ്യം പേരെങ്ങനെ കൊടുക്കുക? A ഈക്വൽ ടു 4, 5, B ഈക്വൽ ടു 4, 2, C ഈക്വൽ ടു 8, 2 ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണുക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം AB കാണുക. AB ഈക്വൽ ടു റൂട്ട് വേണോ? റൂട്ട് വേണ്ട, ആവശ്യമില്ല. എന്തുകൊണ്ട് AB-ക്ക് റൂട്ട് വേണ്ട? എന്തുകൊണ്ട്? എടാ, ഇവിടെ X തുല്യമാണല്ലോ. X തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? Y തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പം മോഡ് എങ്ങനെ വരും? മോഡ് 5 - 2. മോഡ് 5 - 2. ആൻസർ 3 കിട്ടി. 3 യൂണിറ്റ്. ഇനി AB കണ്ടു കഴിഞ്ഞാൽ നമ്മൾ BC കാണുക. BC എത്രയാ? 4 യൂണിറ്റ്. 4 യൂണിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? 8 × 4 കുറച്ചാൽ മതി. കാരണം അവിടെ Y തുല്യമാണ്. Y തുല്യമാണെങ്കിൽ X തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇനി നമ്മൾ AC കാണുന്നു. AC എല്ലാം വ്യത്യാസമുള്ളതിനെ കൊണ്ട് നമ്മൾ റൂട്ട് ഓഫ് 8 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 5 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ, 16, 9, √25. ആൻസർ എത്ര കിട്ടിടാ? 5 കിട്ടി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തെളിയിക്കാൻ ഇത്രയേ ഉള്ളൂ. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? AC സ്ക്വയർ കിട്ടണം. AB എന്ന് പറയുന്നത് എത്രയാ? 3 സ്ക്വയർ. BC എത്രയാ? 4 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 9, 25. 25 എന്ന് പറയുന്നത് AC 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. ദെർഫോർ പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തടാ? നമുക്ക് ആൻസർ കിട്ടി. ഇത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. മട്ട ത്രികോണമാണെന്ന് തെളിയിക്കാനുള്ള ചോദ്യം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. പഠിച്ചോളുക, എന്തായാലും വരും. ഡിസ്റ്റൻസ് കാണുക. ABC എന്ന് 3 പോയിന്റ് കൊടുക്കുക. AB, BC, AC കാണുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ നമുക്ക് കൂട്ടിയ ഈക്വൽ ആണെന്ന് തെളിയിക്കുക. അതായത് ചെറിയ 2 സ്ക്വയർ കൂട്ടിയ 3ാമത്തെ കിട്ടണം.
ഇനി അടുത്തത് ടാൻജൻസിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആംഗിൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പിച്ചോ ആംഗിൾ കാണുന്ന ക്വസ്റ്റ്യൻ എ ബി സി എന്ന് പറയുന്നതിൻ്റെ 3 ആംഗിൾ നമ്മൾ കാണണം. നോക്കിക്കോളാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ഇവിടെ 50 അല്ലേ, ഇവിടെ 50 ആണ്. 50ൻ്റെ നേരെ ഓപ്പോസിറ്റ് 50 തന്നെ, അതായത് 50ൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ 2 സൈഡിൽ 50. അപ്പോൾ 50 എത്രയായി? 100ആയി. ബാക്കി എത്ര? 80. 70. അപ്പോൾ ഇവിടെ 70, ഇവിടെ 70 140 കഴിച്ച് ബാക്കി 40 ആണ്. 80 40 120 കഴിച്ച് ബാക്കി 3. അപ്പോൾ ആംഗിൾ വരിക 40 ഡിഗ്രി 80 ഡിഗ്രി 60 ഡിഗ്രി. 40 80 60. പ്രശ്നമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഏതിനെ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾ ആൻഡ് ലൈൻസിലെ ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾ ആൻഡ് ലൈൻസിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഫോർമുല PA × PB = PC² ഫോമാണ്. ഇതിൽ ഇൻ ദ ഫിഗർ PC = 4, PC 4 ആണ്, AB 6 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PA, PAയുടെ നീളം കാണാം. അത് ഞാൻ X എടുത്ത്. അപ്പോൾ PA എന്ന് പറയുന്നത് X × PB എന്ന് പറയുന്നത് X + 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു PC² എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് X² + 6X = 16. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നടാ? നമ്മൾ മറ്റേ ഇത് ഉപയോഗിക്കുന്നു. X² + 6X, 6ൻ്റെ പകുതി 3, 3ൻ്റെ സ്ക്വയർ 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 9. അപ്പോൾ X² ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് X² + 6X + 9 നമുക്ക് X + 3 ² = 25. അപ്പോൾ X + 3 = 5 ആണെങ്കിൽ എക്സിൻ്റെ വില 5 - 3 2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നാല് ചോദിക്കും, X 2 ആണ്. 2 ആണെങ്കിൽ 2 × 8 16 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വില, അപ്പോൾ അതാണ് PA = നമുക്ക് എന്ത് കിട്ടി? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇങ്ങനെയുള്ള ചോദ്യം ഉറപ്പാണ് 4 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ട് ചോദിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്നറിയടാ? ഈ ചോദ്യം 2 ചാപ്റ്റർ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അതേപോലെ സർക്കിൾ ആൻഡ് ലൈൻസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യം? ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ദ പോളിനോമിയൽസ് 2x സ്ക്വയർ ആണ് കേട്ടോ മക്കളെ. 2x² -7x -15 എന്ന ഇസ് ഈക്വൽ ടു 0 ആവുക എപ്പോഴാണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളെ -b ± വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 2x² -7x -15 = 0 എന്ന് കിട്ടണം. ദാറ്റ് ഈസ് A = 2, B = -7, C = -15. B² - 4AC = B² -7² -4 × 2 × -15 49 + 120 169 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാം. ഇക്വേഷൻ എങ്ങനെയാണ്? X = -b ± √b² - 4AC/2a. -b എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -7 ± √169 അല്ലേ, 169/2 × 2 7 ± 13/4. അപ്പോൾ എക്സിൻ്റെ വില 7 + 13/4 ആവാം, അല്ലെങ്കിൽ X = 7 - 13/4 ആവാം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില ശ്രദ്ധിച്ചോ. 13 എന്താ? 20/4 5, അല്ലെങ്കിൽ 7 ന്ന് 13 പോയാൽ -6. X = -6/4. ഈ 2 ആൻസർ ഏത് വേണേലും വരാം. എക്സിന് 5. ഓക്കെ, 25 50 50 ന്ന് 35 പോയാൽ -15 15 -15 0. അപ്പോൾ ആൻസർ എന്താടാ? എക്സോ അല്ലെങ്കിൽ -6/4. ഈ ഭാഗത്തെ 2 ഒന്നാകൃതി പോകുന്നുണ്ട്. അതായത് X = 5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? X + 5 അല്ലെങ്കിൽ X - 6/4. 6/4 എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സിൻ്റെ വില ഇങ്ങനെ എഴുതാം. X = 5 എന്ന് പറയുമ്പോൾ X 5 കിട്ടണം. നമ്മൾ എങ്ങനെ എഴുതാം? X 5 എഴുതാം. എങ്ങനെ എഴുതാം? പറ. X = 5 ഓർ X = -6/4 എന്ന് പറഞ്ഞാൽ എയും ബിയും. അപ്പോൾ X 5 കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? X - 5 എന്ന് എഴുതാം.
മറ്റേതാകുമ്പോൾ x+6/4 ഇതാണ് ഫോം കേട്ടോ. ഇത്രയായാൽ എന്തായി നമ്മുടെ ആൻസറായി, പക്ക ആൻസർ. ഓക്കെ, ഇത്രയാണ് എന്ത് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ RMS ബാച്ചിനെ പറ്റി ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ റൈസ് വിത്ത് MS എന്ന് പറയുന്ന ബാച്ച് 2.0. ഓക്കെ, അപ്പോൾ അതിനകത്താകുമ്പോൾ നമ്മുടെ ചാപ്റ്ററിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ആപ്പിൽ കിട്ടും. ഓക്കെ, കാര്യങ്ങളുടെ അർത്ഥക, അതായത് റിവിഷൻ ബാച്ച് വരുന്നുണ്ട്, അതിനെപ്പറ്റിയൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 5 ചോദ്യങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ മക്കളെ ടാറ്റ, ബൈ ബൈ, സി യു.